ഒരു പാർട്ടി കമ്മിറ്റി റിപ്പോർട്ടിനെ ചെലുത്തുന്നതാണ്. ഇതിൽ പാർട്ടിക്ക് വ്യക്തമായ നയമുണ്ട്. ഉമ്മൻചാണ്ടി നേരത്തെ തന്നെ നയം വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ഇടുക്കി ജില്ലയിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രധാനമായും ഒരു എംപിയുടെ ഒരു യോഗം കട്ടപ്പനയിൽ നടന്നു. അതിനുശേഷം KPCC കുറവില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ധാരാളം ആശങ്കകൾ കർഷകർക്കും കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ആശങ്കകൾ പഠിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് ജെയിംസ് വർഗീസ് ചെയർമാനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. കേന്ദ്രതലത്തിലാണെങ്കിൽ കസ്തൂരി രംഗൻ ചെയർമാനായിട്ടൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിനെ പറ്റി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കകൾ ഇതുമൂലമുണ്ട്. അപ്പം കോൺഗ്രസ് കർഷക പക്ഷത്താണ്. കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നടപടിയോടും കോൺഗ്രസിന് യോജിപ്പില്ല. അങ്ങനെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള അത് പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ കേരളത്തിലെ കർഷകരുടെ ആശങ്കകൾ അസ്ഥാനത്താണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശകളെ നമുക്ക് പൂർണ്ണമായി അംഗീകരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ പാർട്ടിയുടെ സ്റ്റാൻഡ് ആ കാര്യത്തിൽ വളരെ ക്ലിയറാണ്. പാർട്ടി ഈ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കുന്നു. കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എല്ലാവരും ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കും. അതിനകത്ത് ആശയക്കുഴപ്പത്തിൻ്റെ പിന്നെ ഓരോ വ്യക്തികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അതിപ്പം നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളെ പറ്റി ഉണ്ടാവും. അത് പാർട്ടി വിരുദ്ധമൊന്നുമല്ല. നമ്മുടെ ആ കാര്യങ്ങൾ പറയുന്നത് തെറ്റൊന്നുമില്ല. UDF യോഗം കൂടിയിട്ട് PT തോമസ് MPയുടെ അടുത്ത് ആവശ്യപ്പെടുക്കും. അതിൽ നിന്നും പിന്മാറും. പിറ്റേ ദിവസം തന്നെ MP പത്രസമ്മേളനം വിളിച്ച് ഒരിക്കലും പിന്മാറണ്ട, അത് എന്നെ മാത്രം ഉദ്ദേശിച്ച് UDF മീറ്റിംഗ് കൂടി വിമർശിക്കുകയാണെന്നാണ് PT തോമസ് പത്രസമ്മേളനം നടത്തിയത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളെ സംബന്ധിച്ചും പറയാറുണ്ട്. അതിനകത്തൊന്നും വലിയ വിലക്കൊന്നും ഞങ്ങൾ കൽപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല. അതേസമയം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് പാർട്ടിയുടെ നയം വളരെ വ്യക്തമാണ്. അതിൽ അപാകതയുണ്ട്. ആ ശുപാർശകൾ അംഗീകരിച്ചാൽ കേരളത്തിലെ കർഷകർക്ക് ദ്രോഹകരമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് ആശങ്ക. ഏതായാലും സംസ്ഥാന ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ ഗൗരവതരമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പരിശോധിച്ച ശേഷം അപാകതകൾ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ആശങ്കകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ നിലപാട് അക്കാര്യത്തിൽ വളരെ തീർച്ചയായിട്ടും പാർട്ടിയിൽ ഈ കാര്യം ചർച്ച ചെയ്യും. ഇക്കാര്യം തീർച്ചയായും ചർച്ച ചെയ്യും. അതൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, MP എന്നുള്ള നിലയിൽ ശ്രീ PT തോമസിന്റെ അഭിപ്രായം പറയുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പാർട്ടിയുടെ നയം ഈ കാര്യത്തിൽ ഇതാണ്. അത് വരട്ടെ. ഇതൊരു ഡിബേറ്റ് അല്ലേ, ഇതൊരു പൊതു വിഷയമല്ലേ. പക്ഷെ ജനവികാരം പലയിടത്തും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും എതിരായി തിരിഞ്ഞത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ KPCC? അല്ല, സംസ്ഥാന ഗവൺമെന്റും KPCCയുടെയും നിലപാടാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ഈ വാഗമൺ പോലെയുള്ള സ്ഥലങ്ങളിൽ വീണ്ടും കയ്യേറ്റം വ്യാപകമായിരിക്കുന്നു. അതിനെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. DCC പ്രസിഡന്റുമായിട്ട് ഞാൻ ഇക്കാര്യം സംസാരിച്ചിരുന്നു. അവിടെ ഞാൻ ആരുടെ പേരിലും ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ കയ്യേറ്റത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഏതായാലും സംസ്ഥാന ഗവൺമെൻറ് ഒരു കയ്യേറ്റവും അനുവദിക്കാൻ പാടില്ല. അനധികൃതമായ എല്ലാ കയ്യേറ്റങ്ങളെയും ശക്തമായ നിലയിൽ തന്നെ നേരിടണമെന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് അങ്ങനെ കയ്യേറി വനഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കർശന നടപടികളുണ്ടാകണം, ശക്തമായ നടപടികളുണ്ടാകണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അസംതൃപ്തിയും മറ്റു കാര്യങ്ങളുണ്ട്. പലപ്പോഴും റവന്യൂ മന്ത്രി അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഈ റവന്യൂ മന്ത്രിയുടെ നിലപാട് എന്തെങ്കിലും വരെ നമ്മുടെ നയത്തിന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നു, നമ്മൾ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നമ്മൾ എന്ത് വെച്ചാലും കയ്യേറ്റങ്ങൾ നമ്മൾ ഒഴിപ്പിക്കും. ഇപ്പം ഒന്നുമില്ലാത്തൊരവസ്ഥ. നിയമപരമായ നടപടികളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. റവന്യൂ മന്ത്രി താമസിയാതെ തന്നെ മൂന്നാർ സന്ദർശിക്കുന്നതാണ്. ഈ അനധികൃതമായ കയ്യേറ്റങ്ങൾ നടക്കുന്ന ഒരു നടപടിയെയും യോജിക്കുന്നില്ല. റവന്യൂ മന്ത്രി അക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് മൂന്നാറിൽ ഉടൻ തന്നെ സന്ദർശിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വാഗമണിലാണെങ്കിലും മൂന്നാറിലാണെങ്കിലും എവിടെയാണെങ്കിലും അനധികൃതമായ കയ്യേറ്റങ്ങളെ ശക്തമായി നേരിടുക എന്നുള്ളതായിരിക്കണം ഗവൺമെൻറ് നയം. പാർട്ടിക്ക് അതാണ് ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കാനുള്ളത്.
പക്ഷേ വാഗമണിലടക്കം അല്ല, അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ് എന്ന് ഇടുക്കി DCC പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ജനങ്ങൾക്കറിയാം ഇതെല്ലാം ആരാണ് ഇതിൻ്റെ പ്രവർത്തിക്കുന്നത്. അത്തരം നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാണെങ്കിലും ശരി, അവർ ആ നടപടികൾ ഉപേക്ഷിക്കണം. വനം കയ്യേറ്റത്തെ കർശനമായി തടയാൻ ഗവൺമെന്റിനെ സഹായിക്കാനാണ് അവർ മുന്നോട്ട് വരുന്നത്. ഇതൊക്കെ പറയുമ്പോഴും വാഗമണിലെ ഗോൾഫ് കോഴ്സ് എന്ന ഒരു ഇതിൽ നിന്ന് ഇപ്പോഴും UDF മുന്നോട്ടില്ല. പാരാഗ്ലൈഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കാമെന്ന് അല്ല, അത് പല നിർദ്ദേശം എമർജിംഗ് കേരളയില്ലേ നടപ്പിലാക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞവരും UDF-ലുണ്ട്. അല്ല, അതുകൊണ്ടാവില്ല. എമർജിംഗ് കേരള ഒരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു അന്തിമമായ തീരുമാനമൊന്നും അതിലെടുത്തിട്ടില്ല. അല്ല, വിവാദ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു മണിക്കൂറുകളിലേക്ക് ഒഴിവാക്കിയിരുന്നു, വീണ്ടും തിരിച്ചു സ്ഥാപിച്ചു. ഇപ്പൊ പരസ്യമായി തന്നെ അത് പറയുന്നുണ്ട് ഈ ഗോൾഫ് കോഴ്സ് നടപ്പിലാക്കിയിരിക്കും. അതെല്ലാം വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അതൊക്കെ നടപ്പാക്കുകയുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് അതൊന്നും ജില്ലയിൽ ശ്രീ MM മണിക്കെതിരെ ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇവിടെ നിയമം കയ്യിലെടുക്കാനും നിയമത്തെ വെല്ലുവിളിക്കാനുമുള്ള CPM-ന്റെ ശ്രമം അപഹാസ്യമാണ്. ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള നടപടികൾ ഇപ്പം ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പം ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് എത്തുകയാണ്. അപ്പം നിയമത്തിന് വിധേയമാകണം. CPM നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കാൻ തയ്യാറാകണം. നിയമവാഴ്ചയെയും നിയമവ്യവസ്ഥയെയും അട്ടിമറിക്കാനും അതിനെ വെല്ലുവിളിക്കാനുമുള്ള ശ്രമം അവർ അവസാനിപ്പിക്കണം. അതിന്റെ നിയമം ഇപ്പൊ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന നിലയിലെ കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, MM മണി ഉൾപ്പെടെയുള്ള ആളുകൾ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണം. നമ്മുടെ രാജ്യത്ത് നിയമമുണ്ടല്ലോ, ആ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണം. കോടതിയിൽ കേസ് റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുമ്പോഴും അറസ്റ്റ് ചെയ്യുന്നതിലോ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിലോ സാങ്കേതിക തടസ്സമില്ലെന്ന് അന്വേഷണ സംഘം ആവർത്തിച്ചു വെക്കുന്നതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു മൂലം കഴിഞ്ഞ 2 മാസമായി നടന്നിട്ടില്ല. അന്വേഷണ സംഘങ്ങൾ പോലും ഇപ്പോൾ ഇടുക്കിയിലില്ല. ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലച്ച ഒരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. അല്ല, അത് ഗവൺമെന്റ് ഗൗരവമായി തന്നെ കാര്യം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അത് ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു ധാരണയുമില്ല. TPയുടെ കേസ് എന്ന് പറയുന്നതിനകത്തുള്ള CBI അന്വേഷണത്തിന് ആരും എതിരല്ല. പക്ഷെ ഇപ്പോൾ കുറ്റപത്രം നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതികൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്റെയും അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്കും ഇടയും കാര്യങ്ങളെല്ലാം നിയമപരമായി പരിശോധിക്കേണ്ടിയിരിക്കും. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CBI അന്വേഷണം ആവശ്യമായി വന്നാൽ അത് CBI അന്വേഷണത്തിൽ വിടണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അതിനകത്തൊന്നും ആരും വെള്ളം ചേർത്തിട്ടില്ല. ഗവൺമെന്റിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. TP ചന്ദ്രശേഖരൻ വധത്തിൽ ഒരു കാരണവശാലും കുറ്റവാളികൾ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ്. അതിനൊന്നും ആരും വെള്ളം ചേർത്തിട്ടുള്ളതല്ല. വിവാദങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാവിലെ എക്സൈസ് മന്ത്രി പോലും അത് പറഞ്ഞു. കോടതികൾ ഇക്കാര്യത്തിൽ അനാവശ്യമായ ഒരു തിടുക്കമോ ജാഗ്രത കാണിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ കള്ള വ്യവസായം നിർത്തലാക്കണം. ഇതിൽ നടപടി ഉണ്ടെങ്കിൽ കോടതികൾ അനുചിതമായ കമന്റുകൾ ഇക്കാര്യത്തിൽ നടത്തുന്ന KPCC വ്യവസായം എന്ന് പറയുന്നത് പരമ്പരാഗതമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ്. ആ വ്യവസായത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികളും സാധാരണക്കാരായ ആളുകളും ആ വ്യവസായം കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് അത് നിർത്തണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത് യാഥാർത്ഥ്യബോധമുള്ള ഒരു നിരീക്ഷണമല്ല. മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കണമെന്നുള്ള മുൻ KPCC പ്രസിഡന്റ് ശ്രീ AP ഉദയഭാനു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. അതാണ് ഗവൺമെന്റ് നടപ്പാക്കുക. കോൺഗ്രസിന്റെ നയവും അത് തന്നെയാണ്. ഘട്ടം ഘട്ടമായി മദ്യനിരോധനത്തിലേക്ക് നടപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള. പക്ഷെ കള്ളിയത്ത് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഒറ്റയടിക്ക് നിർത്തണമെന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാത്രവുമല്ല, അത് ധാരാളം പുതിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ കള്ളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാരകമായ ആരോഗ്യത്തെ ഹാനികരമായ വസ്തുവായിട്ട് വിലയിരുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കള്ളിയത്ത് വ്യവസായം പൂർണ്ണമായി ഒറ്റയടിക്ക് നടത്തണമെന്നുള്ളതിനോട് പാർട്ടിക്ക് യോജിക്കില്ല. ഇതിന്റെ ന്യായാന്യായങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ കേരളത്തെ പോലെ സംസ്ഥാനത്ത് പരമ്പരാഗതമായി കള്ളിയത്ത് വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആയിരക്കണക്കിന് തൊഴിലാളികളും സാധാരണക്കാരും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു. വ്യാജമദ്യം വേറെയാണ്. വ്യാജമദ്യം
തടയണം എന്നുള്ളത് അത് വേറൊരു വിഷയം. അത് ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കണം. ഇപ്പം കള്ള് ചെത്താനില്ലാത്ത സ്ഥലങ്ങളിൽ പോലും കള്ള് ഷാപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ നിന്ന് കള്ള് കിട്ടുന്നു എന്നുള്ള ചോദ്യം വേറൊരു ചോദ്യമാണ്. അത് നടപടി സ്വീകരിക്കണം. പക്ഷെ പരമ്പരാഗതമായി ഈ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ അനാഥമാക്കുന്ന ഒരു നടപടിയോട് പാർട്ടിക്ക് ഇപ്പോൾ യോജിക്കില്ല.